ഒരു വിഷയത്തിലേക്ക് ഞാൻ ഈ ടീമിലെ നമ്മളുടെ ഇന്നത്തെ 64 പേര് പങ്കെടുക്കുന്ന ഈ ഇതിൽ തന്നെ എഡ്ജ് സെന്റർ ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എഡ്ജ് എന്ന് പറയുന്ന സ്ഥാപനത്തിലെ അതിന്റെ ഡയറക്ടറേറ്റിൽ നിന്ന് അതിന്റെ വ്യക്തികൾ ഇതിന്റെ അകത്ത് വന്നിട്ടുണ്ട്. എഡ്ജിന്റെ പ്രതിനിധികളെ സൽമാനുൽ ഫാരിഷ്, അതുപോലെ മറ്റു അതിന്റെ ടീച്ചേഴ്സ്, സ്റ്റാഫ്, അവർ 2-3 പേര് ഇന്നത്തെ പ്രോഗ്രാമിൽ ഉണ്ട്. ഞാൻ അവരെ അവരുടെ പാക്കേജ് ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടി സാദരം ക്ഷണിക്കുകയാണ്. യെസ്, സൽമാൻ. Good evening, sir. Yes, good evening. Good evening, all of you. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? പറഞ്ഞോളൂ. ഹലോ. യെസ്, ഓഡബിൾ. കേൾക്കാമല്ലോ. എംനോട്സ് കണ്ടക്ട് ചെയ്യുന്ന ഇഗ്നോ ബേസിക് അവയർനെസ് വെബിനാറിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത എംനോട്സിനോടും മുഹമ്മദ് മുബാറക് മാസ്റ്ററിനോടും എന്റെ വ്യക്തിപരമായ പേരിലും എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിന്റെ പേരിലും ആദ്യമേ തന്നെ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇഗ്നോ വിദ്യാർത്ഥികൾക്ക് കൈത്താങ്ങായ എംനോട്സിന്റെ ഈ ഒരു പ്രയാണത്തിന് എല്ലാവിധ ആശംസകളും പിന്തുണയും പ്രാർത്ഥനകളും ആദ്യമേ തന്നെ നേരുന്നു. ശ്രീ മുബാറക് മാസ്റ്ററുടെ അനുമതിയോടെ എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസിനെ കുറിച്ച് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇഗ്നോ, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റിയായ ഈ ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് നിങ്ങൾ ഓരോരുത്തരും, അല്ലേ? ഇഗ്നോയെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഒരു പ്രോഗ്രാമാണ്. UGC അംഗീകരിക്കുന്ന ഒരു സ്ഥാപനമാണ്, ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഏറ്റവും കൂടുതൽ കുട്ടികൾ എൻറോൾ ചെയ്യപ്പെടുന്ന ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാറുടെ നിരന്തരമുള്ള ക്ലാസ്സുകളിലൂടെയൊക്കെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഇഗ്നോയുടെ ബേസിക് കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടൊരു അവയർനെസ് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്ര മികച്ച ഈ ഒരു കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന, പ്രോഗ്രാംസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇഗ്നോ പോലുള്ളൊരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കോഴ്സസ് ആണ് നിങ്ങൾക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ അതിൽ ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ മോഡ് ആയതുകൊണ്ട് തന്നെ ഒരു റെഗുലർ വിദ്യാർത്ഥി പഠിച്ചെടുക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു റെഗുലർ വിദ്യാർത്ഥിക്ക് കിട്ടുന്ന പോലെയുള്ള സേവനങ്ങൾ ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക്, ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഓക്കെ, അത് ഇഗ്നോയെ കുറിച്ച് നെഗറ്റീവായിട്ട് പറയുന്നതല്ല. അങ്ങനെ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ചില പരിമിതികളാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ നിങ്ങളിലോട്ട് കുറച്ചുകൂടി ജനകീയമായി നിങ്ങളോട് എത്തിക്കുക എന്നുള്ള ഉദ്യമത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം തന്നെയാണ് എംനോട്സും. അതിന് പാരലായിട്ട് പ്രവർത്തിക്കുന്ന മറ്റൊരർത്ഥത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും അതുപോലെ മറ്റ് രീതിയിലുള്ള സ്റ്റുഡന്റ് സപ്പോർട്ടും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു സ്ഥാപനം. അപ്പൊ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് നിങ്ങളോട് പരിചയപ്പെടുത്തുകയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഇഗ്നോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടും ഉള്ള ഒരു ആശങ്ക എന്ന് പറയുന്ന സമയത്ത് ക്ലാസ്സുകളില്ലാതെ എങ്ങനെ നമ്മുടെ ഈ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകും, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റുഡന്റ് സപ്പോർട്ട് ഇല്ലാതെ ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ മാത്രം മുന്നിൽ വെച്ച് ഈ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എത്രയോ വലിയൊരു പ്രോഗ്രാമാണ്, എത്രയോ മികച്ച പ്രോഗ്രാമാണ്, സർട്ടിഫിക്കറ്റിന് അംഗീകാരമുണ്ട്, എല്ലാം ഓക്കെ ആണെങ്കിൽ പോലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഞാൻ ഈ കോഴ്സ് ചെയ്തെടുക്കും, ഒരു സപ്പോർട്ട് ഇല്ലാതെ കൃത്യമായിട്ടുള്ള ഒരു ക്ലാസ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റഡി മെറ്റീരിയൽ മാത്രം മുന്നിൽ വെച്ചുകൊണ്ട് എങ്ങനെ ഞാൻ ഈ കോഴ്സ് പഠിച്ച് പൂർത്തീകരിക്കും, 3 വർഷത്തോളം വരുന്ന ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ 2 വർഷത്തോളം വരുന്ന PG പ്രോഗ്രാം, എങ്ങനെ ഞാൻ ആ പ്രോഗ്രാം ഡ്യൂറേഷനുള്ളിലായിട്ട് അത് കംപ്ലീറ്റ് ചെയ്ത് എടുക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആശങ്ക ഉണ്ടാവും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒന്ന് കുറച്ചുകൂടി നമുക്കൊരു കോപ്പറേറ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാമെന്ന് തോന്നുന്നു. ഒന്ന് എന്റെ പേരിൽ അഭിപ്രായം പറഞ്ഞാൽ നന്നായിരിക്കും. ഇതില് ഏതൊക്കെ പ്രോഗ്രാംസിൽ എൻറോൾ ചെയ്തിട്ടുള്ള കുട്ടികളാണ് നമ്മുടെ ഈ ഒരു മീറ്റിംഗിൽ ഉള്ളത് എന്നിലും ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. ഏതൊക്കെ പ്രോഗ്രാം ആണ് എന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തോളൂ. അവരവരുടെ പ്രോഗ്രാം, യെസ്, BAEGH, യെസ്, പ്രോഗ്രാം കോഡ് ടൈപ്പ് ചെയ്തോളൂ. യെസ്, BComG, BA Psychology,
Yes, MA Economics, English, History, MA Psychology, English. Yes, yes. Yes, BSCG, Arabic. Yes. Women Study, Economics, BBA, PGDEMA, MCOM, okay. Okay. Fine, fine. ഇതില് ഏറ്റവും കൂടുതൽ ഗ്രാജുവേഷൻ സ്റ്റുഡൻസ് തന്നെയാണ് അല്ലേ സർ? Yes, biochemistry. Yes. Yes, carry on. Okay, okay. ഇഗ്നോയില് BA ഓണേഴ്സ്, അതുപോലെ BA ജനറൽ പ്രോഗ്രാം, BCom ജനറൽ പ്രോഗ്രാം, MA ഇംഗ്ലീഷ് എന്നീ പ്രോഗ്രാമുകളിൽ വരുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീല്, ഏറ്റവും ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യാൻ എന്നുള്ള ഉദ്ദേശത്തോടു കൂടി സ്ഥാപിതമായിട്ടുള്ള ഒരു സംരംഭമാണ് എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ്. നമുക്ക് BA ഓണേഴ്സ് പ്രോഗ്രാമില് ബേസിക് ആയിട്ടുള്ള എലക്റ്റീവ്, ജനറിക് എലക്റ്റീവ്, അതുപോലെ എലക്റ്റീവ് സബ്ജക്റ്റുകൾ പെടുന്ന 2 സബ്ജക്റ്റുകൾ കോമൺ ആയിട്ട് ഏത് ഓണേഴ്സ് ഡിഗ്രി പ്രോഗ്രാം അല്ലെങ്കിൽ ജനറൽ പ്രോഗ്രാം അല്ലെങ്കിൽ BCom ജനറൽ പ്രോഗ്രാം എടുത്ത കുട്ടികൾക്കും കോമൺ ആയിട്ട് വരുന്ന പേപ്പേഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഓണേഴ്സിൽ കോർ സബ്ജക്റ്റുകളും അതുപോലെ അതിന്റെ കൂടെ എലക്റ്റീവ് സബ്ജക്റ്റുകളും ഉൾപ്പെടുന്നുണ്ട്. കോർ സബ്ജക്റ്റുകൾ പ്രധാനമായിട്ടും വരുന്നത് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് BA ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാം. ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമുകളും, ഓണേഴ്സ് പ്രോഗ്രാമിൽ ഓൾമോസ്റ്റ് എല്ലാ പ്രോഗ്രാമും നമ്മൾ നിലവിൽ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കുറച്ച് പ്രോഗ്രാംസ് കൂടി ആഡ് ഓൺ ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്, ഇൻ ഫ്യൂച്ചർ ഉദ്ദേശിക്കുന്നുണ്ട്. നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും BA ഇംഗ്ലീഷ് ഓണേഴ്സ് പ്രോഗ്രാം, അതുപോലെ BA സൈക്കോളജി ഓണേഴ്സ് പ്രോഗ്രാം, പിന്നെ BA പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി, ഹിസ്റ്ററി ഓണേഴ്സ് പ്രോഗ്രാംസ് ആണ് പ്രധാനമായിട്ടും ഓണേഴ്സ് പ്രോഗ്രാംസിൽ നമ്മൾ മെയിനായിട്ട് മെയിൻ സ്ട്രീമിലെ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കൂടാതെ BA ജനറൽ പ്രോഗ്രാമിൽ ഒരുപാട് കോമ്പിനേഷൻസ് വരും, അറിയാമല്ലോ. BA ജനറൽ ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് അറിയാം, ഇംഗ്ലീഷ്, സോഷ്യോളജി, ഹിസ്റ്ററി, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, ഫിലോസഫി തുടങ്ങിയുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിൽ പ്രധാനമായിട്ട് വരുന്ന ഇംഗ്ലീഷ്, ഹിസ്റ്ററി, സോഷ്യോളജി തുടങ്ങിയിട്ടുള്ള കോമ്പിനേഷൻസിൽ വരുന്ന കുട്ടികൾക്ക് ഓൾമോസ്റ്റ് എല്ലാ സബ്ജക്റ്റുകളും നമ്മൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ BCom ജനറലിന്റെ കംപ്ലീറ്റ് സബ്ജക്റ്റുകളും നമ്മൾ നിലവിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കൂടാതെ MA ഇംഗ്ലീഷിന്റെ ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒരു 2 months നമ്മൾ ഉടൻ സ്റ്റാർട്ട് ചെയ്യും. കോഴ്സിനെ കുറിച്ച് ചുരുങ്ങിയ രീതിയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് വളരെ ചെറിയ ഫീയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ നിലവിൽ നമുക്ക് BA പ്രോഗ്രാംസിന്, BA BCom പ്രോഗ്രാംസിനൊക്കെ ഒരു സബ്ജക്റ്റിന് ഒരു വർഷത്തേക്ക് വെറും 600 രൂപ മാത്രമേ നിലവിൽ നമ്മൾ ഒരു ഫീ ആയിട്ട് നിങ്ങളൊന്ന് ഈടാക്കുന്നുള്ളൂ. അതിൽ തന്നെ ഉൾപ്പെടുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉണ്ടാവും. കൂടാതെ ഇഗ്നോയിൽ നിന്ന് കിട്ടുന്ന സ്റ്റഡി മെറ്റീരിയൽ ഒരുപാട് വൈഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്, വളരെ നല്ല മെറ്റീരിയൽ ആണ്. പക്ഷെ അത് എക്സാം ഓറിയന്റഡ് ആയിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ചുരുങ്ങിയ ഷോർട്ട് ടേമിൽ നിങ്ങൾക്കത് വായിച്ച് എത്തുക എന്ന് പറഞ്ഞെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കും. മിക്കവാറും നമ്മൾ പല ഏരിയാസിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ പല കാര്യങ്ങളിൽ വ്യാപൃതരായിട്ടുള്ള ആൾക്കാരായിരിക്കും കൂടുതലും ഇഗ്നോയുടെ പഠിതാക്കൾ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എക്സാം ഷെഡ്യൂൾ ചെയ്തു, എക്സാം ഡിക്ലെയർ ചെയ്തു, അതിന്റെ ഡേറ്റ് ഷീറ്റ് മുന്നിൽ വന്ന് ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പൊക്കെ ആയിരിക്കും നിങ്ങൾ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു 2 മാസത്തിന് മുമ്പൊക്കെ ആയിട്ടായിരിക്കും നിങ്ങൾ കൂടുതലും നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഒന്നിരിക്കുക. അപ്പൊ ആ സമയത്ത് സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ കംപ്ലീറ്റ് വായിച്ചു പോകുന്ന സമയത്ത് അത് ഒരുപക്ഷെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്ക് എത്രത്തോളം അത് കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യമൊക്കെ ആശങ്കയുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ക്ലാസിന്റെ ഈ ഒരു പാക്കേജിനകത്ത് തന്നെ കുറച്ചുകൂടി സിമ്പിൾ ലാംഗ്വേജിലുള്ള ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ വളരെ മികച്ച ലാംഗ്വേജ് ആണ് കൈകാര്യം ചെയ്യുന്നത്. നമ്മൾ ഇംഗ്ലീഷൊക്കെ കുറച്ച് നന്നായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും ഇഗ്നോയുടെ സ്റ്റഡി മെറ്റീരിയൽ നമ്മൾ നല്ല രീതിയിൽ ഫോളോ ചെയ്യുന്നതോടുകൂടി. ഓക്കെ, പക്ഷേ എങ്കിലും കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി എടുക്കത്തക്ക രീതിയിലുള്ള സിമ്പിൾ ലാംഗ്വേജിലുള്ള യൂണിറ്റ് വൈസ് ഷോർട്ട് നോട്ട്സ്, അതുപോലെ പ്രത്യേകമായിട്ടുള്ള ഫോക്കസ് പോയിന്റ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, ഒരു 3-4 വർഷത്തെ മുൻകഴിഞ്ഞു പോയ വർഷങ്ങളിൽ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതിന്റെ ആൻസേഴ്സും, പിന്നെ കൂടാതെ അസൈൻമെന്റ് എങ്ങനെ തയ്യാറാക്കണം എന്നുള്ളതിന്റെ ഒരു റഫറൻസ്,
ഓക്കെ, അതൊരിക്കലും അസൈൻമെന്റ് സൊല്യൂഷൻ ആയിട്ട് നിങ്ങൾക്ക് തരികയല്ല. അത് ജസ്റ്റ് ഒരു റെഫറൻസിന് മാത്രമായിട്ട് ഉദ്ദേശിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഒരിക്കലും അത് അപ്പാടെ കോപ്പി പേസ്റ്റ് ചെയ്യാൻ വേണ്ടി തരുന്ന സംഗതിയല്ല. നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ മോഡിഫൈ ചെയ്ത് കൂടുതൽ പഠന ആ പർട്ടിക്കുലർ ഏരിയാസിൽ വരുന്ന കാര്യങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കൂടുതലായിട്ട് ഒന്ന് ആഡ് ഓൺ ചെയ്ത് വേണം അസൈൻമെന്റ് കാര്യങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ അതിനൊക്കെയുള്ള ഹെൽപ്പ് ഗൈഡ് ലൈൻസ് കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള റെഫറൻസ് മെറ്റീരിയൽ, കൂടാതെ ഇഗ്നോർ റിലേറ്റഡ് ആയിട്ടുള്ള 3 വർഷ പ്രോഗ്രാം കഴിഞ്ഞത് വരെയുള്ള സ്റ്റുഡന്റ് സപ്പോർട്ട്, പിന്നെ നേരത്തെ പറഞ്ഞ അസൈൻമെന്റ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഹെൽപ്പ്, പിന്നെ പ്രോഗ്രാം വൈസ് ഇൻഡിവിജ്വൽ പ്രോഗ്രാം വൈസ് വാട്സ്ആപ്പ് ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള സേവനങ്ങളെല്ലാം ഈ ഒരു പാക്കേജിനകത്ത് ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതെല്ലാം കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ചെറിയൊരു ഈ ഒരു നിങ്ങളെ സംബന്ധിച്ചും ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീല് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അതിന്റെ ഡീറ്റെയിൽ മറ്റ് കൂടുതൽ പ്രോഗ്രാം ഡീറ്റെയിൽ അതുപോലെ നമ്മുടെ ഈ ഒരു പാക്കേജ് ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് പേഴ്സണലി അയച്ചു തരാം. ഇതിൽ പിന്നീട് ഇടുന്നുണ്ട്, വാട്സ്ആപ്പ് നമ്പർ പിന്നീട് ഇടാം. അപ്പോ കൂടുതൽ ഇതിനെ കുറിച്ച് ക്ലാസ്സുകളെ കുറിച്ചും അതുപോലെ എഡ്ജിന്റെ പാക്കേജിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് തീർച്ചയായിട്ടും നമ്മളെ കോൺടാക്ട് ചെയ്യാം, അതുപോലെ വാട്സ്ആപ്പ് ചെയ്യാം. ഓക്കെ, കൂടുതൽ എന്തെങ്കിലും പിന്നെ എഡ്ജിന്റെ മൊബൈൽ ആപ്പ് പ്ലേ സ്റ്റോറിലും അതുപോലെ ആപ്പ് സ്റ്റോറിലും അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് പ്ലേ സ്റ്റോറിലോ അല്ലെങ്കിൽ iOS യൂസ് ചെയ്യുന്ന കുട്ടികൾക്ക് ആപ്പ് സ്റ്റോറിലോ പോയിട്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. എഡ്ജ് ഫോർ അഡ്വാൻസ്ഡ് സ്റ്റഡീസ് എന്ന് സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പിലോട്ട് കയറാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടുന്ന് നിങ്ങൾ ആപ്പിലോട്ട് കയറുന്ന സമയത്ത് നമ്മൾ ഇവിടുന്ന് കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് ചെയ്താലും മതി. കൃത്യമായിട്ട് അതിന്റെ ഡെമോ ക്ലാസ്സുകളും അതുപോലെ പാക്കേജ് ഡീറ്റെയിൽ എല്ലാം എക്സാക്ട് ആയിട്ട് കൃത്യമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ പേഴ്സണലി തന്നെ അയച്ചു തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ട് ജോയിൻ ചെയ്യാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടും ഒരിക്കൽ കൂടി ഊന്നി പറയുകയാണ്, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീല് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള സതുദ്ദേശത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ്. അതുകൊണ്ട് തന്നെയാണ് എം നോട്ട്സ് മുബാറക് മാസ്റ്റർ പോലെ ഉള്ള എം നോട്ട്സ് ചാനൽ നമ്മളെ ഈ ഒരു കാര്യങ്ങൾ അദ്ദേഹത്തിന് അതിന്റെ കാര്യങ്ങളും ട്രാൻസ്പെറൻസി ഉൾക്കൊണ്ടത് കൊണ്ട് തന്നെ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെയാണ് തീർച്ചയായും നമ്മൾ വിശ്വസിക്കുന്നു അദ്ദേഹം ഇങ്ങനെ ഇതിന് ഒരു അവസരം തന്നത്, എഡ്ജിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ഒരു അവസരം തന്നത്. സാറിനോട് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. എല്ലാവരോടും ഇത്രയും നേരം എന്നെ കേട്ടിരുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഈ എഡ്ജുമായിട്ട് ബന്ധപ്പെട്ട് സമയം ഓൾറെഡി വളരെ പരിമിതമാണെന്ന് മനസ്സിലാക്കുന്നു. എങ്കിലും ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു 5 മിനിറ്റിൽ താഴെ നിങ്ങൾക്ക് സമയമെടുത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ചോദിച്ചോളൂ, ആർക്കെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. സർ അജീഷാണ്. സർ ഞാൻ ഇന്ന് രാവിലെ ജോയിൻ ചെയ്തായിരുന്നു എഡ്ജില്. സാർ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ ഞാൻ ഇന്ന് ജോയിൻ ചെയ്തായിരുന്നു. നമുക്കിപ്പോഴേ നമ്മുടെ മൊബൈലിൽ ഇതിപ്പോ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് ആപ്ലിക്കേഷൻ, നമുക്കത് സിസ്റ്റത്തിൽ യൂസ് ചെയ്ത് നമുക്ക് സിസ്റ്റം വഴി പഠിക്കാൻ പറ്റുമോ? സിസ്റ്റത്തിൽ യൂസ് ചെയ്യാം, സൈറ്റ് വെബ്സൈറ്റ് അവൈലബിൾ ആണ്. ശരി ശരി, സിസ്റ്റത്തിൽ ചെയ്യണമായിരുന്നു. അജീഷ് ജോയിൻ ചെയ്തോന്നല്ലേ പറഞ്ഞു, ക്ലാസ്സുകൾ കണ്ടു തുടങ്ങിയോ? ഇല്ല, ഇന്ന് രാവിലെ ജോയിൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ ഓക്കെ, ഡെമോ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നോ? കണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം, മറ്റുള്ള കുട്ടികൾക്കും പ്രയോജനപ്രദമാകും. ഇതൊരു ഡെമോ ക്ലാസ് തന്നെയാണ്. ബാക്കി ക്ലാസ് ഇന്നിപ്പോ എന്റെ കയ്യിൽ ഫോണില്ല, ഞാൻ വേറെ ഫോൺ വാങ്ങിച്ചിട്ടേ എനിക്ക് അതിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കപ്പോ പഴയ മെസ്സേജിലെ ആപ്ലിക്കേഷൻ ലിങ്ക് ഉപയോഗിച്ച് എന്റെ പുതിയ ഫോണിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലേ? ഹലോ സാറേ, ഞാൻ സോഷ്യോളജിയാണ് എടുത്തത്. എഡ്ജിന്റെ ക്ലാസ് ഞാൻ കാണാറുണ്ട്. സോഷ്യോളജി അതിലൊരു ടീച്ചറാണ് പഠിപ്പിക്കുന്നത്. ഇൻഡോളജി, സോഷ്യോളജി ഇതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. നല്ല ക്ലാസ്സാണ്. ഞാൻ വേറൊരാൾക്കും ഇത് പ്രൊവൈഡ് ചെയ്ത് ഇത് എടുക്കണം, ഇതിൽ കൂടെ മനസ്സിലാവുന്നൊക്കെ പറഞ്ഞു കൊടുത്ത്. അങ്ങനെ ആ കുട്ടി അത് എടുക്കുകയും ചെയ്ത് കൊള്ളാമെന്ന് പറഞ്ഞു. പക്ഷെ കൂടുതൽ ഇതിനെ കുറിച്ച് അറിയണമെന്നുണ്ടായിരുന്നു. ഇന്ന് എന്തായാലും ഇങ്ങനെ ഒരു മെസ്സേജ് കിട്ടിയത് വലിയ ഉപകാരമാണെന്ന് ഞാൻ കരുതുന്നു. ഇതിനിടയിൽ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, എഡ്ജിന്റെ യൂട്യൂബ് ചാനൽ, യൂട്യൂബില് എം നോട്ട്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ചില വീഡിയോസിന്റെ അണ്ടറിലായിട്ട് എഡ്ജിന്റെ
ചാനലിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ വിസിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ യൂട്യൂബിൽ ജസ്റ്റ് ഒന്ന് കയറി ഇട്ടാം എഡ്ജ് ഫോർ അഡ്വാൻസ് സ്റ്റഡീസ് എന്ന് സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് എഡ്ജിന്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കിട്ടും. യൂട്യൂബ് ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സുകൾ കൃത്യമായിട്ട് കാണാൻ കഴിയും. ഓക്കെ, അപ്പൊ ഈ BA BCom അതുപോലെ BA ഓണേഴ്സ് ആണെങ്കിലും BA ജനറൽ ആണെങ്കിലും BCom പഠിക്കുന്ന കുട്ടികളാണെങ്കിലും അതുപോലെ MA ഇംഗ്ലീഷിലെ ക്ലാസ്സുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 2 months അവൈലബിൾ ആവും. യൂട്യൂബിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ക്ലാസ്സുകൾ അതിൽ കാണാം. ഓക്കെ, പ്രോഗ്രാം വൈസ് പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്, നോക്കിയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, ഡെമോ ക്ലാസ്സുകൾ കാണാം. ഓക്കെ, യെസ്, അതില് BA PCക്ക് MCOMന് MA സൈക്കോളജിക്കൊക്കെ ക്ലാസ്സുകൾ കിട്ടുമോ എന്ന് ആവശ്യക്കാരുണ്ട്. MCOM MA സൈക്കോളജി. ഓക്കെ സാർ, MCOM MA സൈക്കോളജി പ്ലാനിലുണ്ട്. എങ്ങനെയും കുറച്ച് ടൈം എടുക്കും, 2 to 3 months എടുക്കും. എന്തായാലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ചാനലിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. MBA അത് ഘട്ടം ഘട്ടമായിട്ട് കിട്ടും. എന്തായാലും ഇവരുടെ കോഴ്സ് കഴിയുന്നതിന് ഉള്ളിൽ നമുക്ക് കൊടുക്കാൻ കഴിയുമാറാകട്ടെ എന്ന് വളരെ ഭംഗിയായിട്ട് നമുക്ക് ചിന്തിക്കാം. വളരെ നല്ലത്. പിന്നെ മറ്റൊരു സുപ്രധാനമായ കാര്യം, MNotes-ലെ എല്ലാ വീഡിയോയുടെ ചുവട്ടിലും ഞാൻ ഇത് നേരത്തെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അതിലെ ലിങ്ക് കിട്ടും. മൊബൈൽ നമ്പർ, വാട്സപ്പ് നമ്പർ ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, MAH എല്ലാ PGയും നമുക്ക് കൊടുക്കാം എന്നുള്ളതാണ് അവരുമായി ബന്ധപ്പെട്ട് ഉള്ള സംഗതികൾ. വളരെ ഭംഗിയായിട്ടുണ്ട്. ഡിഗ്രിയുമായി ബന്ധപ്പെട്ട് ആർക്കെങ്കിലും ഇനി ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. BA പബ്ലിക് അഡ്മിനിസ്ട്രേഷനിലൊക്കെ അതിലുണ്ടാവും, അവരുടെ അടുത്ത് ഉണ്ടാകാം. ഓക്കെ, അതെ അതെ, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ അതുപോലെ ഹിന്ദി ഓണേഴ്സിന്റെ ഒക്കെ എലക്ടീവ് സബ്ജക്റ്റുകളുടെ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സാർ. BLIS ടൂറിസം സ്റ്റഡീസ് നിലവിൽ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, അറിയിക്കാം. നമ്മുടെ പേഴ്സൺ ഓൾറെഡി അഡ്മിഷൻ എടുത്ത ആളാണല്ലേ, ഗ്രൂപ്പിലാണ്. ഓക്കെ, അപ്പൊ വളരെ സന്തോഷം നിറഞ്ഞ ഒരു സായാഹ്നം. എല്ലാ ഭാവുകങ്ങളും അർപ്പിക്കുന്നു. ഞങ്ങൾക്ക് പ്രധാനമായിട്ട് MNotes-ലൂടെ ഉള്ള ഈ ചങ്ങാതിക്കൂട്ടത്തിന് പറയാനുള്ളത് അഫോർഡബിൾ ആൻഡ് റിലയബിൾ അതായിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിലാണ്. മാത്രമല്ല നമ്മളുടെ ഇടയിൽ തന്നെ നല്ല മിടുമിടുക്കരായ അക്കാഡമീഷ്യൻസ് ഉണ്ട്. അവരെയും അക്കോമഡേറ്റ് ചെയ്തിട്ട് നല്ല PG കോഴ്സസ്, കുറച്ചും കൂടി അഡ്വാൻസ്ഡ് PG കോഴ്സസ് ചെയ്യാനുള്ള തയ്യാറെടുപ്പ് നടത്തുക. ഞങ്ങളുടെ ഇടയിൽ തന്നെ നല്ല ടീച്ചർമാർ അതിൻ്റെ ഉണ്ട്. അവരുടെ എല്ലാ സപ്പോർട്ടും എഡ്ജിന് ഉണ്ടാകാൻ പരമാവധി പരിശ്രമിക്കാം. എനിഹൗ, ഈ ഒരു സായാഹ്നത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും ഈ ഒരു കാര്യത്തിൽ നമുക്ക് എല്ലാവർക്കും വേണ്ടി നന്ദി അറിയിക്കുകയാണ്. താങ്ക്സ് എ ലോട്ട്. അവരുടെ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ ഡീറ്റെയിൽ കൊടുത്തോളൂ, സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽ ചാറ്റ് ബോക്സിൽ കൊടുത്തോളൂ. ആവശ്യമുള്ളവര് നോട്ട് ചെയ്തോളൂ. ഇപ്പൊ ഞാനത് പ്ലേ സ്റ്റോറിൽ കയറി നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഈ എഡ്ജിന്റെ ഇതേ എംബ്ലത്തോട് കൂടി തന്നെയാണ് അവിടെ നിങ്ങളുടെ ഈ യൂണിറ്റിന്റെ പ്രോഗ്രാമുകൾ ഉള്ളത്, ആപ്പ് ഉള്ളത്. ഫൈൻ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. ഇനി ആർക്കെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? ഓ ഷുവർ, ചോദിച്ചോളൂ. കോണ്ടാക്ട് ക്ലാസ് അതെല്ലാം ഞാൻ ഇന്ന് വിശദീകരിച്ച് തരും. ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇപ്പൊ പറയാനില്ലല്ലോ. അപ്പൊ നമുക്ക് ഇവരെ പറഞ്ഞു വിടാം, അല്ലെങ്കിൽ അവർ വേണമെങ്കിൽ പാസീവായിട്ട് ഇരിക്കാം. നമുക്ക് നമ്മളുടെ വിഷയത്തിലേക്ക് കടന്നു വരാം. ഓക്കെ, അപ്പൊ ഞാൻ തൽക്കാലം മൈക്ക് തിരിച്ചെടുക്കുകയാണ്. ഗ്രൂപ്പിൽ വേണമെങ്കിൽ ഇരുന്നോളൂ, കുറച്ചു നേരം ഇരുന്നോളൂ. ആരെങ്കിലും എന്തെങ്കിലും സംശയം ചോദിച്ചാൽ അതിന് റിപ്ലൈ കൊടുക്കാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിർച്വൽ മീറ്റിംഗിലെ 8ാമത്തെ പ്രോഗ്രാം ഇഗ്നോ വിദ്യാർത്ഥികൾക്കുള്ള ബേസിക് അവയർനെസ് വെബിനാറിലേക്ക് നമ്മൾ വീണ്ടും തിരിച്ചു വരികയാണ്. കൃത്യമായി നമ്മൾ ചെയ്യേണ്ട സംഗതികൾ ഇനി എന്തൊക്കെയാണ് എന്നുള്ളത് 1 by 1 ആയി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവർക്കും ഇഗ്നോയുടെ സൈറ്റ് അറിയാം എന്ന് വിശ്വസിക്കുന്നു. ഒന്ന് എഴുതിയെടുത്തോളൂ. www.igno.org
ignou.ac.in. ignou.ac.in. സൈറ്റില് കൃത്യമായി സന്ദർശിക്കുക, സൈറ്റ് പരിചയപ്പെടണം, വളരെ നന്നായി പരിചയപ്പെടണം. www.ignou.ac.in. ignou.ac.in. ആ സൈറ്റില് കൃത്യമായി പോവുക. സൈറ്റില് ഹോം പേജില് 4ാമത്തെ ബട്ടൺ, ഹോം പേജില് 4ാമത്തെ മെയിൻ ബട്ടണില് സ്റ്റുഡന്റ് സോൺ എന്ന് പറയുന്ന ഒരു ഏരിയ ഉണ്ട്. ആ സ്റ്റുഡന്റ് സോൺ നിർബന്ധമായും എല്ലാവരും പരിശോധിക്കേണ്ടതുണ്ട്. സ്റ്റുഡന്റ് സോൺ. സ്റ്റുഡന്റ് സോൺ എഴുതിയെടുത്തോളൂ കേട്ടോ കൃത്യമായിട്ട്. സ്റ്റുഡന്റ് സോൺ. ആ സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് എല്ലാവരും ഒന്ന് ഒബ്സർവ് ചെയ്യണം. ഇന്ന് തന്നെ നമ്മളുടെ ഈ മെസ്സേജുകൾ അയച്ചത് എങ്ങനെയാണ് എന്നൊന്ന് റീവൈൻഡ് ചെയ്ത് നോക്കൂ. നമ്മളുടെ ഇന്നത്തെ ഈ പ്രോഗ്രാം ഞാനൊരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് വാട്സാപ്പിലോ അല്ലെങ്കിൽ ടെലഗ്രാമിലോ അല്ലെങ്കിൽ വാട്സാപ്പിലെ ടെലഗ്രാമിലെ സ്റ്റാറ്റസിലോ നിങ്ങൾക്ക് ഞാൻ തന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ഗൂഗിൾ ഫോം പൂരിപ്പിച്ചു അയച്ചു. ഗൂഗിൾ ഫോം പൂരിപ്പിച്ച് അയച്ചു. എങ്ങനെ? കേൾക്കുന്നില്ല, ഒട്ടും കേൾക്കുന്നില്ല. ഹലോ, കേൾക്കുന്നില്ല? ഓക്കെ ഓക്കെ, അത് നെറ്റിന്റെ ഒരു ചെറിയ ഇഷ്യൂ ഉണ്ട് എന്ന് തോന്നുന്നു. അപ്പോ നമ്മുടെ സ്റ്റുഡന്റ് സ്റ്റാറ്റസില് രജിസ്ട്രേഷൻ സ്റ്റാറ്റസ്, സ്റ്റുഡന്റ് സോണിന്റെ അകത്ത് രജിസ്ട്രേഷൻ സ്റ്റാറ്റസിൽ അകത്ത് പോയാൽ നമുക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിലും കിട്ടും. ഇപ്പൊ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം തന്നെ നമ്മൾ അച്ചീവ് ചെയ്തത് എങ്ങനെയാണ്? ഈ പ്ലാറ്റ്ഫോമിൽ ഇപ്പൊ 66 പേര് ഇപ്പൊ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഒരു ഗൂഗിൾ ഫോം പൂരിപ്പിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പില് അല്ലെങ്കിൽ ടെലഗ്രാം ചാനലില് ഞാൻ അയച്ചു തന്നു. ആ ഗൂഗിൾ ഫോം നിങ്ങൾ പൂരിപ്പിച്ചു. ഗൂഗിൾ ഫോം എനിക്ക് ഗൂഗിൾ ഡ്രൈവിൽ നിന്ന് എനിക്ക് കിട്ടി. ഞാൻ അയച്ചത് ഗൂഗിൾ ഡ്രൈവിൽ അത് ഉണ്ട്. അവള് ഫുൾ ഡീറ്റെയിൽ എൻ്റെ കയ്യിൽ സുഭദ്രമാണ്. മറ്റാർക്കും അത് ഒബ്സർവ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ ഡാറ്റ എന്നിൽ ഭദ്രമാണ്. ആ ഡാറ്റയിൽ നിന്ന് ഇമെയിലിലേക്ക് ഞാൻ ഇതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തന്നു. അതേപോലെ ഈ ലിങ്ക് അയച്ചു തരുമ്പോൾ പലപ്പോഴും ഇമെയിലില് ചിലർക്ക് ഒരു 100 പേർക്ക് ഞാൻ അയക്കുമ്പോൾ ഒരു 5 പേർക്ക് 6 പേർക്ക് കൃത്യമായിട്ട് ഡെലിവറി ആകുന്നില്ല. ആ ഡെലിവറി ആകാത്തത് എനിക്ക് നോട്ടിഫിക്കേഷൻ വരും, ഫെയിൽഡ് ടു ഡെലിവർ എന്ന് പറഞ്ഞിട്ടുള്ള നോട്ടിഫിക്കേഷൻ വരും. ഞാൻ അപ്പൊ സൂക്ഷ്മമായി പരിശോധിക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കാറുള്ളത് ജിമെയിൽ എന്നുള്ളതിന് പകരം ചിലപ്പോ ജി അടിക്കാതെ mail.com എന്ന് അടിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ജിമെയിൽ എന്നുള്ളതിന് പകരം gamil@.com എന്ന് ചെയ്തിട്ടുണ്ടാകും. ചിലപ്പോ മൊബൈലിൽ ചെയ്യുന്നത് കൊണ്ട് ആദ്യത്തെ അക്ഷരം ക്യാപിറ്റൽ ലെറ്റർ ആകാറുണ്ട്. ഇങ്ങനെ പല അർത്ഥത്തിലും പല പ്രശ്നങ്ങൾ നമുക്ക് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇമെയില്, പ്രത്യേകിച്ച് അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഇമെയിൽ വളരെ നന്നായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡാറ്റയും കയ്യിൽ കിട്ടില്ല. അപ്പൊ എഴുതിയെടുത്തോളൂ, ചെക്ക് ഇമെയിൽ റെഗുലർലി.
അതിന് ഒരു ആദ്യത്തെ ഇന്ന് ഈ പരിപാടി കഴിഞ്ഞ ഉടനെ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ആർക്കെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ഇമെയിൽ അയക്കൂ. നിങ്ങൾക്ക് തന്നെ ഒരു ഇമെയിൽ അയച്ചാൽ അത് ഇൻബോക്സിൽ വരും. 2ന്റെ സ്ഥാനത്ത് നിങ്ങളുടെ തന്നെ ഇമെയിൽ അയക്കുക. അപ്പൊ അത് സെൻഡിലും ഉണ്ടാവും, ഇൻബോക്സിലും ഉണ്ടാവും. അങ്ങനെ അൺനെസസറി ആയിട്ടുള്ളതെല്ലാം തന്നെ ക്ലിയർ ചെയ്യുക, ഡിലീറ്റ് ചെയ്ത് കളയുക. പരസ്യങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി അതൊക്കെ അൺസബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് കൃത്യമായിട്ട് മെസ്സേജുകൾ വരുന്നു എന്നുള്ള ലെവലില് ഇമെയിലിനെ ശാക്തീകരിച്ചു വെക്കുക. അതുപോലെ തന്നെ മൊബൈലിലെ SMS, ഇപ്പൊ വരുന്ന പുതിയ മൊബൈലിലൊക്കെ വളരെ 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 വ്യത്യസ്തങ്ങളാണ്. മുമ്പുണ്ടായിരുന്ന ടെക്നോളജി അല്ല ഇപ്പൊ ഉള്ള ടെക്നോളജി. ഞാൻ തന്നെ സത്യത്തിൽ അന്തം വിട്ട് പോകുന്നു. ഇന്ന് എനിക്കൊരു പുതിയ മൊബൈൽ കിട്ടിയ ഒരു ദിവസമാണ്. എൻ്റെ മകൻ എനിക്കൊരു മൊബൈൽ വാങ്ങിച്ച് തന്ന ഒരു ദിവസമാണ്. ആ മൊബൈലില് എനിക്ക് നേരത്തെ തുടക്കത്തിൽ ഉണ്ടായിരുന്ന ആ ഫീച്ചർ അല്ല ഇപ്പോൾ ഉപയോഗിക്കുന്നത്. ഇപ്പോ 10 കൊല്ലം മുമ്പ് 5 കൊല്ലം മുമ്പുള്ള ഫോട്ടോസ് അടക്കം കൃത്യമായിട്ട് എനിക്ക് ഗൂഗിളിൽ നിന്ന് അത് എടുത്ത് നമുക്കത് തരികയാണ്. അപ്പൊ കൊല്ലങ്ങളോളമുള്ള വർഷങ്ങളോളമുള്ള 10 കൊല്ലം മുമ്പുള്ള ആ ഒരു മനോഹരമായ മുഹൂർത്തങ്ങളെല്ലാം നമുക്ക് ചെറിയ ചെറിയ ഗ്രൂപ്പുകളായി അവര് തന്നെ ലെവലാക്കി നമുക്ക് തരികയാണ്. ഓർഗനൈസ് ചെയ്ത് കറക്റ്റായി ചിട്ടപ്പെടുത്തി അത് ഇന്ന ആളുടെ ചിലപ്പോ ഒരു കുട്ടിയുടെ പേരിലുള്ളത് ആ കുട്ടി ഉൾപ്പെടുന്ന എല്ലാ ഫോട്ടോ, വേറെ ഒരു കുട്ടി ഉൾപ്പെടുന്നത് ആ കുട്ടി ഉൾപ്പെടുന്ന ഫോട്ടോ, അങ്ങനെ ഗ്രൂപ്പാക്കി നല്ല ഒരു ഓർഗനൈസേഷൻ, സ്റ്റാറ്റിസ്റ്റിക്സിന് നല്ല ഭംഗിയായിട്ടുള്ള ഓർഗനൈസേഷൻ, കളക്ഷൻസ്, അനാലിസിസ് എല്ലാം മൊബൈൽ തന്നെ ഇപ്പൊ ഭംഗിയാക്കി നടത്തി നമ്മുടെ മുമ്പിൽ തരുന്നു. അതാണ് ഈ പറഞ്ഞത്. SMS-കൾ എല്ലാം തന്നെ കൃത്യമായിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ട് വർക്ക് ആകുന്നുണ്ട് എന്ന് ഉറപ്പാക്കി വെക്കുക. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, പ്ലീസ് ചെക്ക് യുവർ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. അതൊന്ന് എഴുതിയെടുത്തോളൂ. ചെക്ക് മൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ, നോട്ട് മൈൻ, യുവേഴ്സ്. ചെക്ക് മൈ രജിസ്ട്രേഷൻ ഡീറ്റെയിൽ. രജിസ്ട്രേഷൻ ഡീറ്റെയിൽ കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അതിന്റെ അകത്ത് കോഴ്സ് ഏറ്റവും മേലെ എൻറോൾമെന്റ് നമ്പർ ഉണ്ടാവും. പലരും അറിയുന്ന ഇപ്പൊ വന്ന് ചോദിക്കുമ്പോൾ എൻറോൾമെന്റ് ടൈപ്പ് ചെയ്യൂ എന്ന് പറയുമ്പോൾ അത് എന്താണ് എന്നാണ് ചോദിക്കുന്നത്. എൻറോൾമെന്റ് നമ്പർ ചെയ്യണം. ഇത് പുതിയ കുട്ടികൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് കേട്ടോ, ഇത്രയും കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നവരും. അപ്പൊ എൻറോൾമെന്റ് നമ്പർ ചെക്ക് ചെയ്യണം. എൻറോൾമെന്റ് നമ്പറിൽ ഒപ്പം തന്നെ പേര്, നിങ്ങളുടെ കോഴ്സ് പ്രോഗ്രാം കോഡ്. നമ്മൾ സാധാരണ ട്രഡീഷണൽ യൂണിവേഴ്സിറ്റികളിലെല്ലാം നീ ഏത് കോഴ്സാണ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ പറയുക. നീ ഏതാണ് ചെയ്യുന്നത്? ഞാൻ MA ഇംഗ്ലീഷ് ചെയ്യുന്നു, MA അറബിക്ക് ചെയ്യുന്നു, MA എക്കണോമിക്സ് ചെയ്യുന്നു. അതൊക്കെ നമ്മൾ കോഴ്സ് എന്നാണ് പറയുക. പക്ഷെ ഇഗ്നോ അതിന് കൊടുക്കുന്ന വാക്ക് പ്രോഗ്രാം എന്നാണ്. നിങ്ങളൊക്കെ ചെയ്യുന്ന മെയിൻ പ്രോഗ്രാം ആണ്. അതിന്റെ പേപ്പറുകൾ അഥവാ സബ്ജക്റ്റുകളാണ് ഇഗ്നോയും UGCയും പറയുന്ന കോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും BA ഇംഗ്ലീഷ് ഓണേഴ്സ് അഥവാ BA EGH എന്ന് പറയുന്നത് പ്രോഗ്രാം കോഡാണ്. പ്രോഗ്രാം എന്ന് പറയുന്നത് BA ഇംഗ്ലീഷ് ഓണേഴ്സ് എന്നാണ്. MA PC എന്ന് പറയുന്നത് MA സൈക്കോളജിയുടെ പ്രോഗ്രാം കോഡാണ്. MA PC എന്ന പ്രോഗ്രാം കോഡിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് MA സൈക്കോളജി എന്നാണ്. MSc DFSM എന്ന് പറയുന്നത് MSc ഡയറ്റിക് ആൻഡ് ഫുഡ് സർവീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന പ്രോഗ്രാമാണ്. അതിന്റെ കോഡാണ്. MSc DFSM എന്നുള്ളത് കോഡും MSc ഡയറ്റിക് ഫുഡ് സർവീസ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് അതിന്റെ എക്സ്പാൻഷനുമാണ്. അപ്പൊ ആ എക്സ്പാൻഷൻ എന്താണ്, കോഡ് എന്താണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇപ്പോൾ ഒരു ചതുരം ഒന്ന് വരച്ചോളൂ. കൃത്യമായി ഒരു ചതുരം വരച്ചോളൂ. വെറുതെ നിങ്ങളുള്ള ആ നോട്ട്ബുക്കിലെ ഒരു ചതുരം, ഇത്തിരി വലിയ ഒരു ചതുരം, ഒരു മൊബൈലിന്റെ വലുപ്പത്തിൽ ഒരു ചതുരം വരയ്ക്കൂ. ആ ചതുരത്തിന്റെ നടുവിൽ ഒരു വര വരയ്ക്കൂ. ചതുരത്തിന്റെ നടുവിൽ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ്, മുകളിൽ നിന്ന് താഴേക്ക്. അപ്പൊ ആ 2 പാർട്ടായി മാറി. ആ ചതുരം, ആ ഒരു ദീർഘചതുരം 2 സമചതുരമായി മാറി. ഇപ്പോൾ 2 സമചതുരമായി മാറി. അതിന്റെ ലെഫ്റ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, റൈറ്റ് സൈഡിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ലെഫ്റ്റ് സൈഡിൽ പറയുന്നതാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യം അവിടെ കോഴ്സ് സ്റ്റാർട്ട് എന്നുള്ളത് കാണും. സ്റ്റാർട്ട് അതായത് മിനിമം പീരിയഡ്, നിങ്ങളുടെ കോഴ്സ് തുടങ്ങിയ പീരിയഡ് എപ്പോഴാണ് എന്ന്. അതിന്റെ മാക്സിമം ഡ്യൂറേഷൻ താഴെ അടുത്തത് കാണും.
ഡിപ്ലോമ പ്രോഗ്രാം DECE എല്ലാം ചെയ്യുന്നവരെ ഇപ്പൊ 2 കൊല്ലമാക്കി ചുരുക്കിയിട്ടുണ്ട്. എല്ലാം ഇരട്ടിയാണ്, അത് ഓർത്ത് വച്ചാൽ മതി. കോഴ്സ് കാലാവധിയുടെ ഇരട്ടിയാണ് മാക്സിമം പീരിയഡ്. 3 കൊല്ലം ആണ് ഡിഗ്രി, നിങ്ങൾക്ക് മാക്സിമം പീരിയഡ് 6 കൊല്ലം ഉണ്ട്. ഞാൻ എന്തിനിങ്ങനെ 1 by 1 ആയി പറഞ്ഞു വരുന്നു എന്ന് പറഞ്ഞാൽ 6 കൊല്ലം വരെ കഴിഞ്ഞിട്ട് ഇന്ന് 2 പേരോട് ഞാൻ യുദ്ധം ചെയ്തു. സാർ ഒരു പേപ്പറേ ഉള്ളൂ സാർ, എന്തിനാണ് വിഡ്ഢിത്തരം പറയുന്നത്? ഇപ്പൊ ചിലവർ ഇക്കൂട്ടത്തിൽ ഉണ്ടാവും. ഞാൻ അവർ ഇന്നത്തെ മീറ്റിംഗിൽ വരാനും പറഞ്ഞു. എന്നോട് ദേഷ്യപ്പെട്ടും പറഞ്ഞ ആളോട് തന്നെ ഞാൻ ശരി ഇന്നത്തെ മീറ്റിംഗിൽ വന്നോളൂ, കാര്യം മനസ്സിലാകും എന്ന് പറഞ്ഞു. എനിക്ക് ഒരു പേപ്പറേ കിട്ടാനുള്ളൂ, എല്ലാം ഞാൻ ജയിച്ചു. പിന്നെ എന്തിന് സാറ് ഫുൾ ഫീസ് അടയ്ക്കണം എന്ന് എന്നോട് പറയുന്നത്? അവരുടെ ചോദ്യം അതാണ്. കാരണം 16 പേപ്പർ ഞാൻ പഠിച്ചു കഴിഞ്ഞു, പക്ഷെ എനിക്കിനി അതിൽ ഒരു പേപ്പറേ കിട്ടാനുള്ളൂ. എപ്പോഴാണ് ഈ ഒരു പേപ്പർ കിട്ടാനുള്ളത്? അവർക്ക് 5 കൊല്ലം PG ഉണ്ടായിരുന്നു നേരത്തെ, MBAക്ക് 5 കൊല്ലം നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പൊ MBAക്ക് 4 കൊല്ലമേ ഉള്ളൂ. ഇപ്പൊ MA PC-ക്ക് 4 കൊല്ലമേ ഉള്ളൂ. ഇപ്പൊ MA ഇംഗ്ലീഷിന് 4 കൊല്ലമേ ഉള്ളൂ. MA അറബിക്കിന് 4 കൊല്ലമേ ഉള്ളൂ. BComG, BAG, BA ഓണേഴ്സ്, BSW, BTS-നെല്ലാം ഇപ്പോൾ 6 കൊല്ലമുണ്ട്. അപ്പോ ഈ 5 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഈ ഒരു പേപ്പർ ബാക്കി വന്നിരിക്കുന്നത്. എന്നിട്ടും അവർ ക്ലെയിം ചെയ്യുന്നു എന്റെ ഇനി ഒരു പേപ്പർ